ഹലോ വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ക്വീൻസ്. അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ദോശയുടെ കൂടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു ചട്നി. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്, അതേപോലെ 4 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 4 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ എരിവിനനുസരിച്ച് പച്ചമുളകുമാണ്. അപ്പോൾ ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം നമുക്ക് ആ ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരുന്ന സമയത്ത് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച സവാള കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് വാടി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ചെറുതായിട്ടൊക്കെ ചോപ്പ് ചെയ്തെടുത്ത് കേട്ടോ. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളത് കായത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ കായത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. പക്ഷേ ഇതിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്കതൊന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ചട്നിയുടെ ആ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഉപ്പ് കുറച്ച് കുറവ് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അരയ്ക്കുന്ന ആ സമയത്ത് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ ഇപ്പം നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ചേർക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 1 ടീസ്പൂണോളം ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടിയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 2-3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ താളിക്കാൻ വേണ്ടി എടുക്കുന്നത്. നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ തക്കാളിയുടെ ആ പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 3-4 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. ഇതൊരു ഏകദേശം ഒരു കുറുകിയ ടൈപ്പുള്ള ചട്നിയാണല്ലോ. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിതൊന്ന് ചെറുതായി തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ദോശയുടെ കൂടെ ഈ ഒരു ടൊമാറ്റോ ചട്നി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്വീൻസ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.